സുഖാണോ മോളെ? മോളിരിക്കെ, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. ഡാ ഒന്നിങ്ങി വന്ന്, ഇങ്ങോട്ട് വാടാ, പറയാം. ഫ്രാൻസിസ് സാറ് നാട്ടിലേക്ക് തിരിച്ചുപോയി. നല്ല കാര്യം. അയാളുടെ സസ്പെൻഷന് പുറകിൽ നീയാണെന്ന് എനിക്കറിയാം. എന്നെ ഫ്രാൻസിസ് ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ നീ അയാൾക്ക് പണി കൊടുത്തത്. നീ എത്രയൊക്കെ പിണക്കം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളില് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാ ഫ്രാൻസിസിന് പണി കൊടുത്തത്. പക്ഷേ അത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അച്ഛൻ ധരിച്ച അതേ യൂണിഫോമാ ഫ്രാൻസിസും ധരിക്കുന്നത്. അതയാൾ ദുരുപയോഗം ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് 8ന്റെ ഒരു പണി കൊടുത്തു. അത്രേ ഉള്ളൂ. അതിന് വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. നീ ഇത്ര കാലം വെച്ചാ എന്നോട് പിണങ്ങി നടക്കാൻ പോന്ന്. ചേച്ചിയുടെ പ്രശ്നം ഇതാ. ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണെന്നാ ചേച്ചിയുടെ വിചാരം. കുട്ടികളാണ് പിണങ്ങി നടക്കുക. എനിക്ക് ചേച്ചിയോട് തോന്നുന്നതേ വെറുപ്പാ. ചേച്ചിക്ക് അറിയേണ്ടത് ഞാൻ എത്ര കാലം ഇത് തുടരാൻ പോകുന്നല്ലേ. ഗോപാലനും ഗിരിയേട്ടനും അഴിയെണ്ണുന്നത് വരെ.